നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ UDF കൺവെൻഷനിൽ കഴിഞ്ഞ ദിവസം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണിപ്പോൾ മറുഭാഗത്ത് LDF വലിയ പ്രചാരണ വിഷയമാക്കി മാറ്റുന്നത്. പെൻഷൻ വിതരണം കൈക്കൂലിയാണെന്ന് പറഞ്ഞത് പാവങ്ങളോടുള്ള ദ്രോഹമാണെന്ന രീതിയിലുള്ള പ്രചാരണം ഒരു ഭാഗത്ത് LDF നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ ഗോവിന്ദമാഷിൻ്റെ ലേഖനം ഉൾപ്പെടെ ആ രീതിയിൽ UDF അധികാരത്തിൽ വന്നാൽ പെൻഷൻ തന്നെ നിർത്താൻ സാധ്യതയുണ്ടെന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. പെൻഷൻ വലിയൊരു വിഷയമായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറുന്നുണ്ട്. പെൻഷൻ കേരളത്തിൽ വലിയ വിഷയം തന്നെയാണ്. കാരണം ഇപ്പോൾ കൊടുക്കുന്ന പെൻഷൻ പോരാ. അതുപോലെ തന്നെ പെൻഷൻ ഇപ്പോൾ കൊടുക്കുന്ന രീതി മാറ്റി സമയത്തിന് കൊടുക്കണം. ഒരുപാട് കാലം കുടിശ്ശിക വരുത്തിയിട്ട് ആ കുടിശ്ശികയിൽ നിന്ന് ഒരല്പം ഇലക്ഷൻ വരുമ്പോൾ കൊടുക്കുക എന്ന രീതിയാണ്. അതിനെയാണ് KC വേണുഗോപാൽ വിമർശിച്ചത്. അല്ലാതെ പെൻഷനേ അല്ല. അവർക്ക് ഒരു ആത്മവിശ്വാസം നിലമ്പൂരിൽ തോന്നാത്തത് കൊണ്ട് വീണ് കിട്ടിയ വല്ല വിഷയം ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണ് ഈ പെൻഷൻ കൊണ്ട് നടക്കുന്നത്. പെൻഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമേ ഉള്ളൂ. ഇടതുപക്ഷത്തിൻ്റെ പെൻഷൻ സംബന്ധിച്ചുള്ള മുഖം ഇപ്പോൾ അത് സമയത്തിന് കൊടുക്കാത്ത ഗവൺമെൻറ് എന്നുള്ളതാണ്. സമയത്തിന് പെൻഷൻ കൊടുക്കുകയും എന്നിട്ട് പെൻഷൻ്റെ കാര്യം പറയുകയും ചെയ്താൽ തർക്കമില്ല. സമയത്തിന് കൊടുക്കാതെ ഒന്നിച്ച് വല്ല തെരഞ്ഞെടുപ്പോ ഉപതെരഞ്ഞെടുപ്പോ വരുമ്പോൾ കൊടുക്കുക, എന്നിട്ട് പിന്നെ കൊടുക്കാതിരിക്കുക, ഈ സമീപനമാണ് വിമർശിക്കപ്പെട്ടത്. അത് മാറി പെൻഷനൊക്കെ എല്ലാവരും അവകാശമാണ്. ശമ്പളവും പെൻഷനൊക്കെ സമയത്തിന് കൊടുക്കണം. ഇപ്പോൾ പെൻഷൻ പോയിട്ട് ശമ്പളം പോലും സമയത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ഓരോ പ്രാവശ്യവും സംശയം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് പെൻഷൻ നേരെ ചൊവ്വേ കൊടുക്കാതെ ആ കൊടുക്കാത്തതിലുള്ള വിമർശനം മറച്ചു വെക്കാൻ വേണ്ടി KC വേണുഗോപാലിൻ്റെ പ്രസംഗം ഒരായുധമാക്കാൻ പറ്റുമോ നോക്കണം. അതൊന്നും നിലമ്പൂരിൽ ഏസാൻ പോകുന്നില്ല. നിലമ്പൂരിലെ ട്രെൻഡ് ഇടതുപക്ഷം വിചാരിച്ചതല്ല, മറിച്ചാണ്. അതാണിപ്പോൾ അവരെ അലോസരപ്പെടുത്തുന്നത്. ഈ പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിൻ്റെ ഒരു നിലപാട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. ലീഗ് ഇന്നലെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. രാത്രിയോടുകൂടി ഈ സ്കൂളുകൾക്കൊക്കെ അവധി നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടോ? അല്ല, പെരുന്നാൾ അവധിയുമായി കൺഫ്യൂഷൻ പറ്റിയത് ഗവൺമെൻറ്റിനാണ്. സമയത്തിന് തീരുമാനം എടുക്കാത്തതാണ് അതിലുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷൻ. സമയത്തിന് തീരുമാനം എടുക്കുകയും 2 ദിവസം ഹോളിഡേ ആക്കുകയും ചെയ്യാമായിരുന്നു. പക്ഷേ വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ ആ കാര്യം നേരത്തെ പറയുമെങ്കിലും ചെയ്യാമായിരുന്നു.